എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ പഠിച്ച SCERT ചാപ്റ്റർ 2 MCQ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കും എത്ര ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല വ്യാപിച്ചു കിടക്കുന്നത്? എത്രയാണ് വരുന്നത്? 10 അല്ലേ? 0 to 10 ഡിഗ്രി. 10 നമ്മൾ പറഞ്ഞു, വടക്കും തെക്കുമായിട്ട് 10 ഡിഗ്രി വരെ. 10 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ്. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുമായി സാധാരണയായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നത് ഏതാണ്? ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നത് കൺവെക്ഷൻ മഴ. സംവഹന മഴ അല്ലേ? സംവഹന മഴ എന്നുള്ളത് നമുക്കറിയാം, സംവഹന മഴ. അടുത്തത്, സമൃദ്ധമായ മഴ ലഭിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? വനങ്ങൾ ഏതാണ്? റെയിൻ ഫോറസ്റ്റ് അഥവാ നിത്യഹരിത വനങ്ങളാണ് അല്ലേ? വർഷം മുഴുവൻ മഴയിൽ ലഭിക്കുന്ന ഉയർന്ന താപനിലയുമുണ്ട്. അതുകൊണ്ട് അവിടെ നിബിഡമായ മഴക്കാടുകളാണ് വളരുന്നത്, റെയിൻ ഫോറസ്റ്റ്. അടുത്തത്, മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? ഏത് ഭാഷയാണ്? അറബി അല്ലേ? മൗസിം എന്ന അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ആവിർഭവിച്ചത്. മൗസിം എന്ന അറബി വാക്കിൻ്റെ അർത്ഥം എന്താണ്? കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച അറബി പണ്ഡിതൻ ആരായിരുന്നു? ഹിപ്പാലസ് അല്ലേ? ഹിപ്പാലസ് ആയിരുന്നു. ഇന്ത്യ പ്രധാനമായും ഏത് കാലാവസ്ഥാ മേഖലയിലാണ് ഉൾപ്പെടുന്നത്? മൺസൂൺ കാലാവസ്ഥാ മേഖല അല്ലേ? മൺസൂൺ. ഇന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് മൺസൂൺ കാറ്റുകളായതിനാൽ അല്ലെ, കൃത്യമായ ഋതുഭേദങ്ങൾ ഉള്ളതിനാലും ഇന്ത്യ മൺസൂൺ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. മൺസൂൺ കാലാവസ്ഥാ മേഖലയുടെ പ്രധാന സവിശേഷത ഏതാണ്? നോക്കി, വർഷം മുഴുവൻ ഒരേപോലെയുള്ള മഞ്ഞ്, ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതുമായ ശൈത്യകാലവും, മഴ ഒട്ടുമില്ലാത്ത അവസ്ഥ, ഉച്ചയ്ക്ക് ശേഷമുള്ള കൺവെക്ഷൻ അതായത് സംവഹന മഴ മാത്രം. ഏത് വരും? പ്രധാന സവിശേഷത ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതായ ശൈത്യകാലവും. മൺസൂൺ മേഖലയിലെ വനങ്ങൾ പൊതുവെ ഏത് പേരിൽ അറിയപ്പെടുന്നു? മൺസൂൺ മേഖലയിലെ വനങ്ങൾ ഏതാണ്? അത് ഇലപൊഴിയും വനങ്ങളാണ് അല്ലേ? ഓപ്ഷൻ ബി. മൺസൂൺ വനങ്ങൾ ഇലപൊഴിയും വനങ്ങളാണ്. വരണ്ട ശൈത്യകാലത്ത് ജലനഷ്ടം തടയാനായിട്ട് അവിടുത്തെ സസ്യങ്ങൾ എന്ത് ചെയ്യും? ഇല പൊഴിക്കും. അതുകൊണ്ടാണ് ഇലപൊഴിയും വനങ്ങൾ അല്ലെങ്കിൽ മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നായ മൺസൂൺ മേഖല മാറാൻ പ്രധാന കാരണം എന്താണ്? വ്യവസായങ്ങളുടെ ആധിക്യം, കഠിനമായ തണുപ്പ്, അനുകൂലമായ കാലാവസ്ഥയും ഉയർന്ന മഴ ലഭ്യതയും, കാർഷിക അഭിവൃദ്ധിയും, മരുഭൂമികളുടെ സാന്നിധ്യം. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ? അനുകൂലമായ കാലാവസ്ഥയും ഉയർന്ന മഴ ലഭ്യതയും കാർഷിക അഭിവൃദ്ധിയും. ഇതിപ്പോൾ 10 ക്വസ്റ്റ്യൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 2 തവണയെങ്കിലും ഇത് കേട്ട് പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് ജോഗ്രഫി. അതുകൊണ്ടാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൊട്ട് മുമ്പ് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഫുൾ റിവിഷൻ എക്സാമും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 MCQ റിവിഷൻ അതുകൂടാതെ ഫുൾ റിവിഷൻ എക്സാമും കൂടി നിങ്ങൾ എഴുതുമ്പോൾ ആ ചാപ്റ്ററിൽ എല്ലാ വിധത്തിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ചാപ്റ്റർ ഫുള്ളായിട്ട് അങ്ങനെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം MCQ എഴുതി നോക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. MCQ മാത്രം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു. അപ്പോൾ ക്ലാസ് കണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള മനസ്സിലാക്കിയിട്ട് MCQ എഴുതി നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മൺസൂൺ മേഖലയിലെ പ്രധാന ഉഷ്ണമേഖലാ വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേട്ടോ, ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മേഖല? മൺസൂൺ മേഖലയിൽ. നോക്കി, നെല്ല്, കരിമ്പ്, ഗോതമ്പ്, ചണം. ഏതാണ്? ഇവിടെ ഗോതമ്പ് ശീതകാല വിള എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലേ. ഗോതമ്പ് തണുത്ത കാലാവസ്ഥയിൽ വളരുന്നതാണ്. അടുത്തത്, മൺസൂൺ മേഖലയിലെ വിളകളെ ഉഷ്ണമേഖലാ വിളകൾ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കും? ഇവയ്ക്ക് വളരെ കുറഞ്ഞ താപനില മതി, ഇവയ്ക്ക് ഉയർന്ന താപനില ആവശ്യമാണ്, ഇവ മഞ്ഞുകാലത്ത് മാത്രം വളരുന്നു, ഇവ കൃഷി ചെയ്യാൻ വെള്ളം ആവശ്യമില്ല. ഏതാണ്? ഓപ്ഷൻ ബി.
ഇവയ്ക്ക് ഉയർന്ന താപനില ആവശ്യമാണ്. വിയറ്റ്നാമിൽ നിലവിലുള്ള പുരാതനമായ സ്ഥാനമാറ്റ കൃഷിരീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? വിയറ്റ്നാമിലെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റേ അല്ലേ? റേ. ജൂം, പൊടുവൊക്കെ എവിടത്തെ? അത് ഇന്ത്യയിലെ തന്നെയാണല്ലേ? അതെ. ഇനി സ്ഥാനമാറ്റ കൃഷിയുടെ മറ്റൊരു പേര് എന്താണ്? വെട്ടിത്തെളിച്ച് തീയിടൽ കൃഷിരീതി അല്ലേ? വലിയ മരങ്ങളും കാടുകളിലെ മരങ്ങളും ചെടികളും വെട്ടിത്തെളിച്ച് ഉണക്കി തീയിട്ട ശേഷം ആചാരത്തിൽ അല്ലേ? അങ്ങനെ നമുക്ക് ഏത് പറയാം? വെട്ടിത്തെളിച്ച് തീയിടൽ കൃഷിരീതി എന്നും പറയാം. താഴെ പറയുന്നവയിൽ ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഭാഗങ്ങളാണ് മൺസൂൺ മേഖലയുടെ വ്യാപനത്തിൽ ഉൾപ്പെടുന്നത്? നമ്മൾ ആ ഒരു മാപ്പ് കണ്ടില്ലായിരുന്നോ? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഭൂപടത്തിലെ ഏത് മേഖലയാണ്? ഓക്കെ. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കൻ ഓസ്ട്രേലിയ, യൂറോപ്പ് മാത്രം, അന്റാർട്ടിക്ക, വടക്കേ അമേരിക്കയുടെ മുകൾ ഭാഗം മാത്രം. നമുക്കറിയാലോ ഓപ്ഷൻ എ ആണ്, കാരണം ഏഷ്യ അല്ലേ? അതായത് മൺസൂൺ കാലാവസ്ഥാ മേഖല പ്രധാനമായും വ്യാപിച്ചു കിടക്കുന്നത് ഈ 4 ഭൂഖണ്ഡങ്ങളിലെ വിവിധ ഭാഗങ്ങളിലാണ് കേട്ടോ. ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ദെൻ നോർത്ത് ഓസ്ട്രേലിയ. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഓക്കെ. ഈ മേഖല ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമായി 10 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ കുറഞ്ഞ മഴയുമാണ് ഇവിടുത്തെ പ്രത്യേകത. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഇടിയോട് കൂടിയ സംവഹന മഴ ഇവിടെ അനുഭവപ്പെടുന്നു. നമ്മുടെ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുമായിട്ട് റിലേറ്റ് ചെയ്താണ് പറഞ്ഞത്. ഇനി എന്താണ് ചോദ്യം? മേൽ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഏതാ വരുന്നത്? 1, 3 ശരിയാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി 1, 3 ശരിയാണ്. 2 തെറ്റാണ്. എന്തുകൊണ്ടാണ് 2 തെറ്റാൻ കാരണം? ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ വളരെ കുറഞ്ഞ മഴയാണോ? അല്ല, അവിടെ വളരെ ഉയർന്ന മഴയാണ് ലഭിക്കുന്നത് അല്ലേ? വളരെ കുറഞ്ഞ മഴ എന്ന് പറയുന്നത് തെറ്റാണ്. വളരെ ഉയർന്ന മഴയാണ് അവിടെ ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, മൺസൂൺ കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓക്കെ, മൺസൂണായി റിലേറ്റ് ചെയ്തിട്ട് തെറ്റായത് നോക്കിയേ. മൺസൂൺ എന്ന പദം മൗസിം എന്ന അറബി വാക്കിൽ നിന്നാണ് രൂപപ്പെട്ടത്. അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് ഈ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത്. ഈ മേഖലയിൽ പൊതുവെ കാണപ്പെടുന്നത് നിബിഡമായ നിത്യഹരിത വനങ്ങളാണ്. ഏത് വരും? ഏതാണ് തെറ്റ്? മൂന്നാമത്തെ. അപ്പോൾ ഓപ്ഷൻ ബി അല്ലേ? മൂന്നാമത്തെ തെറ്റാണ്. കാരണം എന്താണ്? ഇവിടെ ഇലപൊഴിയും വനങ്ങളാണ് അല്ലേ? ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് ഇവിടെയുള്ള മൺസൂൺ മേഖലയിൽ കാണപ്പെടുന്നത്. നിത്യഹരിത വനങ്ങളാണോ? അല്ല. അപ്പോൾ അതാണ് ഇവിടെ തെറ്റുമെന്നത്. അപ്പോൾ 17 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്